ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിൻ്റെ കവറേജ് 10 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ വാർത്തകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അത് ആക്ച്വലി ട്രൂ അല്ല. അതിന് കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു 70 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 ലക്ഷം രൂപയുടെ ആനുകൂല്യം കിട്ടും. അതിനും ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ 70 വയസ്സിന് മുകളിലുള്ള ആരുമില്ലെങ്കിൽ പഴയ രീതിയിൽ 5 ലക്ഷം രൂപ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം നമുക്ക് ഈ ഒരു ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം? ഒഫീഷ്യലി ഇതിനെ വിളിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ്. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് ഈ ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നത്. എംപാനൽഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പബ്ലിക് ഹോസ്പിറ്റലിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേടാം. ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭ്യമാണ്. ഇപ്പോൾ നിലവിലുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡേ 1 തൊട്ട് നമുക്ക് കവറേജ് ലഭിക്കും. അതേപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പ്രോഗ്രാമിന് ആപ്ലിക്കബിൾ അല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഇൻഷുറൻസ് പ്രോഗ്രാമാണിത്. ഇന്ത്യയിലെ ബോട്ടം ലെവലിലുള്ള 40% ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് 2018 ഈ ഒരു പാക്കേജ് കൊണ്ടുവന്നത്. 2011 സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ബേസിലാണ് ബോട്ടനിലുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾമെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ 5 ലക്ഷത്തിന് പകരം 10 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും. പക്ഷേ കണ്ടീഷൻ വരുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ 70 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടാവണം. ഈ ഒരു നോർമലി ഒരു ഫാമിലിക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് ആണുള്ളത്. ബാക്കി വരുന്ന എക്സ്ട്രാ 5 ലക്ഷം നിങ്ങളുടെ ഫാമിലിയിലുള്ള 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഫാമിലിയിൽ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ 10 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും. അതർവൈസ് നിങ്ങൾക്ക് പഴയ രീതിയിൽ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആനുകൂല്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ആയുഷ്മാൻ വയ വന്ദന എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആയുഷ്മാൻ ഭാരതിൽ ഉള്ളവരാണെങ്കിലും ഈ ഒരു വയ വന്ദനക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വയ വന്ദന കാർഡ് ലഭിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്കീം വർക്ക് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 10 ലക്ഷം രൂപയാണ് കവറേജ്. അതിൽ ആദ്യത്തെ 5 ലക്ഷം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 5 ലക്ഷം രൂപയുടെ ഒരു പൂൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൂടിയുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് ആണ്. ദെൻ അഡീഷണൽ വരുന്ന ആ ഒരു 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആ ഒരു 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. ഓരോ വർഷവുമാണ് ഈ ഒരു കവറേജ് എമൗണ്ട് വരുന്നത്. 5 ലക്ഷം രൂപ ഈ ഒരു വർഷം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും ആ ഒരു എമൗണ്ട് റീസ്റ്റോർ ആകും. എന്തുകൊണ്ട് ഇപ്പോൾ സീനിയർ സിറ്റിസൺസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 ലക്ഷം രൂപ റിസർവ്ഡ് ആയിട്ടുള്ള പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു? കാരണം എന്താണെന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺസിന് മെഡിക്കൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഹയർ ആണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. ക്രോണിക് ഇൽനെസ്സും കാര്യങ്ങളൊക്കെ വരും. സോ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റൊക്കെ വളരെ ഹയർ ആയതിനാൽ അവർക്ക് വേണ്ടി റിസർവ്ഡ് ആയിട്ടൊരു ഒരു സ്കീം എന്ന രീതിയിലാണ് വയ വന്ദന ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ മുതിർന്ന പൗരന്മാരുള്ള ഫാമിലീസിൽ അവരുടെ ഒരു ഫൈനാൻഷ്യൽ ബർഡൻ ഇതിലൂടെ കുറക്കാനായിട്ട് സാധിക്കും. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയുള്ള ഒരു വയ വന്ദന കാർഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസോ ക്രൈറ്റീരിയോ ഒന്നും വരുന്നില്ല. നോർമൽ ആയുഷ്മാൻ ഭാരത് ആണെങ്കിൽ ഇൻകം ക്രൈറ്റീരിയ അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻകത്തിൻ്റെ പ്രത്യേകിച്ച് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിലവിൽ ഇൻഷുറൻസ് ഉണ്ടോ അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 70 വയസ്സിന് മുകളിലുണ്ട്, നിങ്ങൾക്കൊരു ആധാർ നമ്പറുണ്ട്, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഓൾറെഡി ആയുഷ്മാൻ ഭാരത് സ്കീമിലുണ്ട്, ഇല്ലെങ്കിൽ CGHS സ്കീമിലുണ്ട്, ഇല്ലെങ്കിൽ ECHS സ്കീമിലുണ്ട്, ഇല്ലെങ്കിൽ ESIC സ്കീമിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു വയ വന്ദനയിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഓപ്ഷനായിട്ടും ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്റർ വഴി അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ എംപാനൽഡ് ഹോസ്പിറ്റൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ എംപാനൽഡ് ഹോസ്പിറ്റലിനെ പറ്റി അറിയാമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എംപാനൽഡ് ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മെയിനായിട്ട് നിങ്ങൾക്ക് ആധാർ ഉണ്ടായിരിക്കണം. ആധാർ നിങ്ങളുടെ ആക്റ്റീവ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. കാരണം OTP കാര്യങ്ങളൊക്കെ വരും, അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഓൾറെഡി ആയുഷ്മാൻ ഭാരത് ഉള്ളവരാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വയ വന്ദന കാർഡ് ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഒന്നിലധികം മുതിർന്ന പൗരന്മാരുണ്ട്, അതായത് 70 വയസ്സിന് മുകളിലുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടിയാണ് ഈ ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ് വരുന്നത്. ഒരു പൂൾ എമൗണ്ട് ആണ്, അല്ലാതെ ഓരോരുത്തർക്കും 5 ലക്ഷം രൂപയുടെ കവറേജ് അല്ല കിട്ടുന്നത്. എല്ലാവർക്കും കൂടി മൊത്തത്തിലാണ് 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ കവറേജ് എമൗണ്ട് വരുന്നത്.
ഇപ്പോൾ 5 ലക്ഷം രൂപ ഈ ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം അത് വീണ്ടും റീസ്റ്റോർ ആകും. ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ മുതിർന്ന പൗരന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. അതിൽ ആദ്യത്തെ 5 ലക്ഷം രൂപ നോർമലി മുതിർന്ന പൗരന്മാരല്ലാത്ത ആരെങ്കിലും ഉപയോഗിച്ച് 5 ലക്ഷം രൂപ കഴിഞ്ഞു എന്ന് കരുതുക. ബാക്കി 5 ലക്ഷം രൂപ അവിടെ ഉണ്ട്. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടി നോക്കാം. ഒരു 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി, 70 വയസ്സിന് മുകളിലുള്ള ഒരു ഗ്രാൻഡ്മ ഉണ്ടെന്ന് കരുതുക, പിന്നെ ഒരു മം, ഡാഡ്, പിന്നെ ഒരു കുട്ടി. അപ്പോൾ അങ്ങനെ 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ 70 വയസ്സിന് മുകളിലുള്ള ഒരു ആളുള്ളത് കൊണ്ട് മൊത്തത്തിൽ 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. ഇതിൽ 5 ലക്ഷം രൂപ മൊത്തത്തിലുള്ള എല്ലാ ഫാമിലീസിൻ്റെയും ജനറൽ ഹോസ്പിറ്റൽ ബില്ലിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാക്കി 5 ലക്ഷം രൂപ 70 വയസ്സിന് മുകളിലുള്ള ആ ഒരു ഗ്രാൻഡ് മേഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് ഈ ഒരു പോളിസി വർക്ക് ആവുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് സ്കീമിൽ എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാമെന്ന് നോക്കാം. ഇതാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു പോർട്ടൽ, NHയുടെ പോർട്ടലാണ്. ഇതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ആസ് ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഒതൻറ്റിക്കേഷൻ മോഡ് OTP സെലക്ട് ചെയ്യുക. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്. ഇതിനകത്ത് നമുക്ക് സ്കീം വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും എംപാനൽഡ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. സോ നമുക്ക് ടോപ്പിലായിട്ട് ഫൈൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ലിങ്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് നമ്മുടെ പിൻ കോഡ് അടിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള എംപാനൽഡ് ഹോസ്പിറ്റലിൽ കണ്ടെത്താം. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പിൻ കോഡ് അടിച്ചു. അപ്പോൾ ആ ഒരു പിൻ കോഡിൽ ഉള്ള ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ അവിടെ ലിസ്റ്റായിട്ട് വരും. നമുക്ക് ആ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിലവിൽ ഏകദേശം 15,070 ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ 15,747 പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഇതിനകത്ത് എംപാനൽഡ് ആണ്. പിന്നെ ബ്ലാക്ക് ലിസ്റ്റായ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്ത ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എംപാനൽഡ് ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡിസ്ട്രിക്റ്റ് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കേരള കൊടുത്തു, കൊച്ചി, എറണാകുളം കൊടുക്കുകയാണ്. എറണാകുളം കൊടുത്തു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വരും. 19 ഗവൺമെൻറ് ഹോസ്പിറ്റൽ, 37 പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്കതിനകത്ത് ഉണ്ട്, ഈ ഒരു സ്കീമിലുണ്ട്. അപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഫെസിലിറ്റി കോൺടാക്ട് നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, എംപാനൽഡ് ഇയർ ഉണ്ട്, ഡയറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഏതൊക്കെ സ്പെഷ്യാലിറ്റിയിൽ നമുക്കൊരു സ്കീം ആ ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണാം. ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ ഗവൺമെൻറ് 19 പ്രൈവറ്റ് ഹോസ്പിറ്റൽ അറിയണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കിവിടെ കാണാം. ഇനി ബൈ ഫെസിലിറ്റി നെയിം വെച്ച് നമുക്കിവിടെ ഫിൽട്ടർ എടുക്കാം. അതുപോലെ തന്നെ അഡ്വാൻസ് സെർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സ്കീം, ഏത് സ്കീമിലുള്ള ഹോസ്പിറ്റലാണ് വേണ്ടത്, സ്പെഷ്യാലിറ്റീസ്, കാർഡിയോളജി ആണോ ജനറൽ മെഡിസിൻ ആണോ, അപ്പോൾ സ്പെഷ്യാലിറ്റി വൈസ് നമുക്കത് സെലക്ട് ചെയ്ത് പിൻ കോഡൊക്കെ അടിച്ച് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫിൽട്ടർ ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി